നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എല്ലാരും വരുന്നുണ്ട്, അവരവരുടെ ഭാര്യമാരായിട്ട്. ഈ മീനാക്ഷി ഇല്ലാതെ ഞാൻ എങ്ങനെ പോവും? എന്താ മോളെ ഇത്? ഇതൊക്കെ ദൈവം തരുന്ന നല്ല അവസരങ്ങളല്ലേ? കൂടെ പോവാൻ നോക്ക്. അല്ല, വൈകമോളില്ലാതെ കുഞ്ഞിനെ ഞാൻ നോക്കിക്കോളാം. നീ റെഡി ആയിട്ട് വാ, വേഗം ആവട്ടെ. എന്റെ മീനാക്ഷിയെ കുറിച്ച് എനിക്കിപ്പോ വലിയ അഭിമാനോ. ചെറിയ മനസ്സും വലിയ ശരീരമുള്ള മനുഷ്യരാ ഏറെയും. നിന്റെ മനസ്സ് എത്ര ഉയരമുള്ളതാ. എന്റെ കുഞ്ഞിന് വേണ്ടിയാ ഞാൻ ജീവിക്കുന്നത്. എന്റെ വൈകമോക്ക് വേണ്ടി ഞാൻ എന്ത് കോംപ്രമൈസിനും തയ്യാറാവും. എന്തായാലും ഇത് ഞാൻ പ്രതീക്ഷിച്ചതേ അല്ല. 2 മാസത്തെ കാര്യമില്ലേ കാർത്തിയേട്ടാ, അവള് കുഞ്ഞിന് പാല് കൊടുത്തോട്ടെ. പക്ഷെ ഒരു കാര്യം, മുലപ്പാല് കൊടുക്കുന്നതിന്റെ കെയർ ഓഫിൽ കുഞ്ഞിനെ വശത്താക്കാനൊന്നും ഞാൻ അവളെ സമ്മതിക്കില്ല. ഏയ് മീനാക്ഷി, അവൾക്ക് കുഞ്ഞിനെ സ്നേഹിക്കാനൊന്നും അറിയില്ല. തന്നെയുമല്ല, അവള് 3 മാസത്തിനകം ഡിവോഴ്സ് വാങ്ങിപ്പോവും. പക്ഷേ മീനാക്ഷി ഈ നിലപാട് പെട്ടെന്നങ്ങ് മാറ്റരുത്. ഏത് നിലപാട്? പിന്നെ ശങ്കരൻ തെങ്ങി തന്നെയെന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ ആകരുതെന്ന്. മീനാക്ഷി തെങ്ങിന്റെ മുകളിൽ കയറിയാലേ വീടാതെ ഇറങ്ങുകയും ചെയ്യും. ഓ കുഞ്ഞ്. ഓ ഓ പൊന്ന് കാര്യല്ലേടാ, എന്തുവാ? വേണ്ട വേണ്ട, കരയണ്ട കരയണ്ട കേട്ടോ. പാപ്പച്ചൻ കുടിക്കാൻ നേരമായി. പാപ്പച്ചോ? അതെന്തോന്ന്? അമ്മിഞ്ഞപ്പാല്. പാൽ സൊസൈറ്റിയിൽ വരെ പോയിട്ട് വരാം. ഓ മോളെ, എന്താ മോളെ? കുഞ്ഞിന് പാല് കൊടുക്കാൻ നേരായി, അവളുടെ കൈ കൊണ്ട് കൊടുക്കട്ടെ. മൈഥിലി, കുഞ്ഞ്. എന്നെ നിന്നെയും തോൽപ്പിച്ച് അതിലും വലിയൊരു അമ്മയായി പോയല്ലോ മോളെ അവള്. എന്താടാ അമ്മയെ നോക്കി ചിരിച്ചോടാ നീയെ? തക്കട കുട്ടി, ചക്കര കുട്ടിയല്ലേ, അമ്മയുടെ പൊന്നല്ലേ? ഓ അമ്മയുടെ ഡിങ്കിരി കുട്ടിയാണോ? ഇവിടെ നോക്കി, ഇവിടെ നോക്ക്. നമുക്കിങ്ങനെ കമ്പനി ആവാടാ. ഇങ്ങനെ കമ്പനി ആയാലേ അവര് പേടിക്കും. ഞാനും നീയും തമ്മിൽ പിരിയാൻ വയ്യാത്ത ബന്ധമാണെന്ന് അവരറിഞ്ഞാലേ എനിക്ക് നിന്നെ വെച്ച് വില പേശാൻ പറ്റും. ചക്കരേ, ചക്കര കുട്ടി, ഇവിടെ പൊന്നിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. അവിടെ ഒരു പുന്നാരം. അതെന്താ, കുഞ്ഞിനെ എനിക്ക് കൊഞ്ചിക്കാൻ പാടില്ലേ? കുഞ്ഞിന് പാല് കൊടുക്കാനുള്ള അനുവാദം മാത്രമേ നിനക്ക് തന്നിട്ടുള്ളൂ, അതിനപ്പുറത്തേക്കൊന്നും വേണ്ട. നിങ്ങൾ എന്തിനാ എന്നോട് ഈ ക്രൂരത കാണിക്കുന്നേ? നിന്നെ സ്നേഹിച്ചതിന് എല്ലാവർക്കും ശരിക്കും കിട്ടിയിട്ടുണ്ട്. അവളോട് ക്രൂരത കാണിക്കരുതെന്ന്. ഞാൻ എന്തായാലും ഈ കുഞ്ഞിന്റെ അമ്മയല്ലേ. നിനക്കൊരിക്കലും ഈ കുടുംബത്തിൽ ഒരു കുഞ്ഞിന്റെ അമ്മയാവാൻ പറ്റില്ല.
നീ ഇവിടുത്തെ വെറൊരു അതിഥി മാത്രം. നിനക്കേ ഈ വീട്ടിൽ ചില പരിമിതികളുണ്ട്. അതിന്റെ അതിർവരമ്പുകൾ ഞങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് കടന്നാലുണ്ടല്ലോ നീ വിവരം അറിയും. ഞാനിത് കാർത്തിയോട് കംപ്ലൈന്റ് ചെയ്താലുണ്ടല്ലോ അതിന്റെ ആഫ്റ്റർ എഫക്ട് എന്താണെന്ന് അറിയോ? പേടിപ്പിക്കാതെടി. കാർത്തി എന്റെ മോനാ. കുഞ്ഞിന് പാല് കൊടുക്കാനുള്ള പെർമിഷൻ മാത്രമേ കാർത്തി നിനക്ക് തന്നിട്ടുള്ളൂ. അതിനപ്പുറത്തേക്കൊന്നും നീ വിചാരിക്കണ്ട. 2 മണിക്കൂർ കഴിയുമ്പോ കുഞ്ഞിന് വീണ്ടും പാല് കൊടുക്കണം. കേട്ടോടി? നിന്നെ കൊണ്ട് കുറെ അനുഭവിച്ചോരാ ഞങ്ങള്. അതാ ഇങ്ങനെയൊക്കെ പറയുന്ന. മനസ്സിലായോടി? യൂസ്ലെസ്സുകൾ. ആ മീനാക്ഷി കുട്ടി. മീനാക്ഷി കുട്ടിയോ? ഇതെന്താ മിനിറ്റ് വെച്ച് വിളി മാറുകയാണല്ലോ. ആ പാനിക് ആവാതെ. നേരത്തെ ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി. ഐ എം സോറി. എന്താ കാർത്തേട്ടാ? ഞങ്ങളുടെ കോളേജിൽ ഡിഗ്രി ബാച്ചിന്റെ ഒരു റിയൂണിയൻ. എന്നാ? ഇന്നാ. പക്ഷേ പറയാനായിട്ട് വിട്ടുപോയി. എന്റെ എല്ലാ ഫ്രണ്ട്സും ഇന്ന് വരുന്നുണ്ട്. എന്തായാലും പോയേ പറ്റൂ. പോയിക്കോ, നല്ല കാര്യല്ലേ. ഏയ് ഞാൻ ഒറ്റയ്ക്ക് പോവില്ല, നീയും കൂടി വരണം. എപ്പോഴും പോണ്ടേ? ഉടനെ പോണം. എന്നാ ഞാനും കുഞ്ഞും വേഗം റെഡിയാവാം. അയ്യോ, കുഞ്ഞിനെ കൊണ്ടുപോണ്ട. കുഞ്ഞ് വിശന്ന് കരഞ്ഞാൽ എന്ത് ചെയ്യും? പാല് കൊടുക്കേണ്ടി വന്ന മൈഥിലിയെ ഡിപ്പെൻഡ് ചെയ്യണ്ടേ? കുഞ്ഞിനെ ദേവമ്മ നോക്കിക്കോളും. കുഞ്ഞില്ലെങ്കിൽ ഞാനും വരുന്നില്ല കാർത്തേട്ടാ. എന്താ മീനാക്ഷി ഇത്? എന്താ മക്കളെ? ദേവമ്മേ, ഒന്ന് പറ മീനാക്ഷിയോട്. ഇന്ന് കോളേജിൽ ഞങ്ങളുടെ ഡിഗ്രി ബാച്ചിന്റെ റിയൂണിയനാ. എല്ലാരും വരുന്നുണ്ട്, അവരവരുടെ ഭാര്യമാരായിട്ട്. ഈ മീനാക്ഷി ഇല്ലാതെ ഞാൻ എങ്ങനെ പോവും? എന്താ മോളെ ഇത്? ഇതൊക്കെ ദൈവം തരുന്ന നല്ല അവസരങ്ങളല്ലേ. കൂടെ പോവാൻ നോക്ക്. അല്ല, വൈകമോളില്ലാതെ കുഞ്ഞിനെ ഞാൻ നോക്കിക്കോളാം. നീ റെഡി ആയിട്ട് വാ, വേഗം ആവട്ടെ. കാർത്തേട്ടാ. എന്താ കുട്ടിമാളു? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. കൂട്ടുകാരുടെ മുന്നിൽ വെച്ച് എന്നെ കളിയാക്കരുത്. കുട്ടിമാളൊന്ന് വിളിച്ച്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.